And plus, Lal sir gave me a very nice surprise saying that my first shot is going to be in Russia. So I was like, yay! I was too happy. And I'm so grateful. I'm so grateful. Thank you, God. Thank you, Lal sir. Nina rocks. Yes. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രമാണ് നീന. നളിനി നമ്മളുടെ കണ്ടംപററി ലൈഫിൻ്റെ പ്രതിനിധിയാണ്. അങ്ങനെ രണ്ട് സ്ത്രീകളാണ്. രണ്ട് സ്ത്രീകളുടെ കഥയായതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു പുരുഷൻ്റെയും കഥയാണ്. ആ റോള് പുരുഷനില്ലാതെ സ്ത്രീ ഇല്ല. ഇല്ല, അതെ, സ്ത്രീ ഇല്ലാതെ പുരുഷനും ഇല്ല. അപ്പോൾ സ്ത്രീകളുടെ എല്ലാ കഥകളിലെയും നായകനോ വില്ലനോ പുരുഷനാണ്. ഇതിൽ ഒരുപക്ഷെ കഥയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. കഥയ്ക്കാണ് കാര്യങ്ങളോടുള്ള സമീപനം, ഡിപ്ലോമസി ഒക്കെ അയാളുടെ ബോഡിയിൽ തന്നെ ഉണ്ട്, അയാളുടെ പെരുമാറ്റത്തിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അത് ഈ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. എൻ്റെ ജോലി മറ്റൊരു ആക്ടറെ സെലക്ട് ചെയ്യുമ്പോൾ അയാളെ കൊണ്ട് ഇത് പരിശീലിപ്പിക്കും. വരട്ടെ. എപ്പോൾ ഞാൻ ലാലുങ്കളുടെ കൂടെ വർക്ക് ചെയ്താലും ഭയങ്കര എനർജിയാണ് ലൊക്കേഷനിൽ. നമ്മളെ ഭയങ്കര കൂളാക്കി വെക്കുന്ന ഒരാളാണ്. അപ്പോൾ സോങ്സ് എടുക്കുന്ന ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ ചോദിക്കുന്നത് എപ്പോഴാണ് സോങ് എടുത്ത് തുടങ്ങുന്നതെന്ന്. എങ്ങനെ ഈ സോങ് എടുക്കാനുള്ള ഐഡിയാസ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് വരുന്നത്? ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഓക്കെ നമുക്കത് ആ ഒരു ആർട്ടിക്കിൾ കണ്ടു, ഇനി അത് വെച്ചിട്ട് നമുക്ക് സോങ് എടുക്കാം, ആ കട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഈ ഐഡിയാസ് ഇങ്ങനെ വരുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലാൽ ജോസിന് പാട്ടില്ലാത്തൊരു സിനിമ എടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത്രത്തോളം പാട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. മ്യൂസിക് പലപ്പോഴും ബ്രിഡ്ജാണ്. നമുക്ക് ഒരു 10-20 സീനുകളെ കംപ്രസ് ചെയ്ത് അവതരിപ്പിക്കാവുന്ന ഒരു സാധ്യതയാണ് പാട്ട്. ഒരു പക്ഷേ ലൊക്കേഷൻ്റെ എല്ലാ മനോഹരിതയും വേണമെങ്കിൽ അതിലേക്ക് സാംശീകരിക്കാൻ വേണം. അത് മാത്രമല്ല, ഇത് അല്ലെങ്കിൽ ഈ ഒരു 3 മിനിറ്റ് 3.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിൽ 20-25 സീനുകളിൽ കൂടെ പറയേണ്ട കഥ പറഞ്ഞു പോകും. ഒരുപാട് ഇമോഷൻസ് കൊണ്ടുവരാം. ഒരു രണ്ടുപേര് നമ്മളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു അണ്ടർലൈൻ ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. അത് നേരെ തിരിച്ച് പാളം വേണമെങ്കിൽ. എന്താ കാരണം വെച്ചാൽ സിനിമ വേണം, ഇങ്ങനെ പോകുന്ന സിനിമ വേണം, ഒറ്റ ഇടിയിടിക്കാം. And we have together done around about 12-13 films till date. I wish all the very best to Lalu and my best regards to his family. ഒരു പക്ഷേ നല്ല ലാലുവിൻ്റെ കംഫർട്ട് ലെവലാണ് വേറൊരാള്. അതെ, എനിക്ക് കണ്ണടച്ച് പോയിരിക്കാവുന്ന ഒരു സ്ഥലമാണ്. പാട്ടുകൾ വരുമ്പോൾ എൻ്റെ മുഖത്ത് എനിക്ക് സംഗീതത്തെക്കുറിച്ചൊന്നും അറിയില്ല. അതാണ് എൻ്റെ സിനിമയിൽ ഏറ്റവും നല്ല പാട്ടുകൾ ഉണ്ടാവാൻ കാരണം. വിജയം അതാണ്. കാരണം അറിയാമായിരുന്നു ഇടയ്ക്ക് ആ ഭൂപാളത്തിലൊന്ന് പിടിക്കൂ, മറ്റേ ഹരികാംബോജിയിലൊരു പിടിക്കാം എന്നൊക്കെ അത്തരം ഇടപെടലുകളൊന്നുമില്ല. മക്കളൊക്കെ ആയിട്ട് അല്ല ഇത്തരം കാര്യം ഒരു പക്ഷേ നമ്മുടെ താഴെയുള്ള ജനറേഷൻ എന്ന് പറയുന്നത് നമ്മളെക്കാളും ബ്രില്യൻ്റ് ആണ് ആക്ച്വലി. ബിക്കോസ് അവർ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് എന്താ വിളിക്കുന്നത്, ഡാഡിന്നോ? അല്ലല്ല, പപ്പ. അപ്പം ഇത് ശരിയല്ല എന്നൊക്കെ പറയാറുണ്ടോ പിള്ളേര് ഇപ്പൊ മുതിർന്നു. അപ്പൊ ഇപ്പൊ അവർക്ക് അവരുടേതായിട്ട് തുടങ്ങി. അവർ കമന്റ്സ് ഒക്കെ ഉണ്ടാവും, ഇടപെടലല്ലേ, കമന്റ്സ് ഉണ്ടാവും, ഭയങ്കര രസകരമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കാണാത്ത ചില വശങ്ങൾ അവർ കാണും. വരട്ടെ. ലാലിൻ്റെ മോള് കോഴ്സിൻ്റെ ഭാഗമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് വളരെ ഗംഭീരമായിട്ടെന്ന് പലരും അഭിപ്രായം പറഞ്ഞു. അപ്പം ഹിറ്റുകൾ നൽകിയ ലാൽ ജോസിൻ്റെ മുകളിൽ നിന്ന് മലയാളത്തിന് കുറച്ച് നല്ല പടങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? പടങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ആണ് നിർബന്ധം പിടിച്ചത്. അപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഒരിക്കലും ആ പെൺകുട്ടീനെ എനിക്ക് അറിയുന്നതാണ്. അവർ നന്നായി പഠിക്കുന്ന, ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള, ഭയങ്കര കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന, കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത, നല്ല മാർക്ക് മേടിക്കുന്ന, കോളേജിൽ എൻ്റെ എല്ലാ വിക്രസും കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരിക്കലും എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അപ്പം പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പറഞ്ഞൊരു ഡയലോഗിലാണ് അത്ര അവള് വീണത്. എന്തൊരു ഡയലോഗ്? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സിനിമ എന്ന് പറയുന്നതിൽ 100-500 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് ഞാൻ. ഇതിലൊരു 10-50 പേരാണ് പിന്നീട് അസോസിയേറ്റ് ഡയറക്ടർ ആവുക. അതിൽ നിന്നൊരു 5-10 ആൾക്കാരാണ് ഡയറക്ടേഴ്സ് ആവുക. അതിൽ നിന്ന് ഒരാളായിരിക്കും കുറച്ച് ദീർഘകാലം നിലനിൽക്കുക. അപ്പോൾ അത്രയും വലിയൊരു അരിപ്പ വെച്ചിട്ടാണിത് കാലം എങ്ങനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് ആകെ ഓഫർ ചെയ്യാവുന്നത്, ഞാൻ കല്യാണം കഴിക്കാൻ നമുക്ക് മക്കളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നീയും മക്കളും പട്ടിണി കിടക്കില്ല. അപ്പൊ അവള് വിചാരിച്ചു ഞാൻ കിളച്ചിട്ടാണെങ്കിലും നിന്നെ നോക്കുന്നൊക്കെ. നീ പട്ടിണി കിടക്കില്ല, കാരണം നിനക്ക് ജോലിയുണ്ടല്ലോ. എനിക്ക് എന്റെ ഭക്ഷണത്തിന് നിന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റൂ. പ്രഖ്യാതികള്, അപസർപ്പക കഥകള്, സിനിമാ ലോകത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊക്കൈന്, കഞ്ചാവ്, ഇത് എന്തൊക്കെയോ. ഒരുപക്ഷെ ഇതിനെ ആൾക്കാരെ പേടിപ്പിക്കുകയാണ് സിനിമാക്കാർ. അതെയോ ഇല്ലാത്ത കഥകൾ മെനയുകയാണോ? അല്ല, ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. ഈ
മെയിനായിട്ടുള്ള കാര്യം ഉള്ള ചെറിയ കാര്യങ്ങൾ സിനിമാക്കാരൻ ഞാൻ ഒരു ന്യൂസ് ചാനലിൽ ഒരിക്കലും വളരെ ദയനീയമായ ഒരു കാര്യം കണ്ടു. വനിതാ റിപ്പോർട്ടറാണ്. ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടോ എന്നൊരു ഡൗട്ടുള്ള ഒരു സ്ഥലത്ത് പെൺകുട്ടിയുടെ മുഖം നിങ്ങൾ എന്താ പറയുക ചിപ്സ് അത് ചെയ്തിട്ട് 13 വയസ്സായ ഒരു കൊച്ചു കുട്ടിയോട് മാസ്ക് ചെയ്തിട്ടുള്ള കുട്ടിയോട് ഈ അവളുടെ അമ്മയാവാൻ പ്രായമുള്ള ഈ റിപ്പോർട്ടർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മോളെ സിനിമക്കാരെങ്കിലും വന്നിരുന്നു?